കണ്ണാടി കൊല്ലങ്കോട്ട് പറമ്പിൽ കുടിവെള്ള ടാങ്കിൽ പൂച്ചയുടെ ജഡം കണ്ട സംഭവം പുതിയ ടാങ്ക് സ്ഥാപിച്ചു. ഇന്ന് രാവിലെ എറണാകുളത്ത് നിന്നെത്തിയ അക്വടെക് വാട്ടർ ടാങ്ക് പ്രതിനിധികളാണ് പുതിയ ടാങ്ക് സൗജന്യമായി നൽകിയത്. ഇതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാഗേഷ് നിർവഹിച്ചു. കഴിഞ്ഞ ദിവസമാണ് കൊല്ലങ്കോട്ട് പറമ്പ് പ്രദേശത്തെ ഏതാണ്ട് 20ഓളം കുടുംബങ്ങൾ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടാങ്കിൽ നായ അതിനകത്ത് പെട്ടു എന്ന് പറഞ്ഞ് ഒരു വാർത്ത വരികയുണ്ടായി. പിന്നീട് അത് എടുത്തു നോക്കുമ്പോഴാണ് നായയല്ല പൂച്ചയാണെന്ന് തിരിച്ചറിയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രദേശത്ത് കുടിവെള്ളം നിലയ്ക്കുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. അതിൻ്റെ തുടർ നടപടി എന്നുള്ള നിലയിൽ പഞ്ചായത്ത് ടാങ്ക് അവിടെ അനുവദിക്കുന്നതിന് വേണ്ടി അവിടെ മെമ്പറുടെ നേതൃത്വത്തിൽ അപേക്ഷ തരികയും അത് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് ഈ വാർത്താ ചാനലുകളിലൂടെ അറിഞ്ഞ് അക്വടെക് കമ്പനി തന്നെ അവരുടെ മാനേജ്മെൻറ്റും കൂടി ഇരുന്ന് നിലവിൽ ഉപയോഗിച്ചിരുന്ന അക്വടെക് വാട്ടർ ടാങ്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു കുടുംബമായി, അവരുടെ അക്വടെക്കിൻ്റെ ഒരു കുടുംബമാണ് എന്നുള്ള കണക്കിലെടുത്തുകൊണ്ട് തന്നെ അതിന് ഗൗരവമായിട്ട് അവർ ഇരുന്ന് തീരുമാനമെടുത്ത് 1000 ലിറ്ററിന് പകരം 2000 ലിറ്റർ ആയിട്ട് അനുവദിച്ച ഒരു ടാങ്ക് ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. ഇത് കൊല്ലങ്കോട്ട് പറമ്പ് നിവാസികൾക്ക് ഏറെ ഗുണപ്രദമാകും. അതിന് അഗൈതമായ നന്ദി കണ്ണാടി ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ അറിയിക്കുകയാണ്. പഞ്ചായത്ത് അംഗങ്ങളും അക്വടെക് മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് റോക്കി വർഗീസ്, പ്രൊഡക്ഷൻ മാനേജർ ഹരികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു മാനുഷികമായ ഒരു പരിഗണന, അതായത് ഒരു കുടിവെള്ളത്തിൽ ഒരു ജീവി മരിച്ച് ചത്ത് കിടക്കുന്നു എന്ന് പറയുന്ന സ്ഥിതിക്ക് ആ വെള്ളം പിന്നീട് ഉപയോഗിക്കാൻ, ആ ടാങ്ക് പിന്നീട് ഉപയോഗിക്കാൻ ആളുകൾക്ക് സ്വാഭാവികമായ ഒരു മടിയുണ്ടാവും. അപ്പോൾ ആകസ്മികമായി കണ്ടപ്പോൾ ആ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടാങ്ക് ഓൾറെഡി അക്വടെക്കിൻ്റെ ടാങ്കായിരുന്നു. അപ്പോൾ കമ്പനിയിൽ ഈ വിവരം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ മാനേജ്മെൻറ്റായിട്ട് എടുത്തൊരു തീരുമാനമായിരുന്നു പുതിയ ടാങ്ക് അവർക്ക് കൊടുക്കാം, ആളുകളുടെ കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവണം എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഒരു പോളിസിയെ സംബന്ധിച്ച് ചെറിയ പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരു പ്രൊഡക്റ്റ് അക്വടെക്കിനെ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾ അക്വടെക് ഫാമിലിയുടെ ഭാഗമാവുകയാണ്. അപ്പോൾ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിനൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യേണ്ടത് കമ്പനിയുടെ ഒരു ബാധ്യതയാണ് എന്നുള്ളത് പൊതുവേ കമ്പനിയുടെ ഒരു പോളിസിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ കമ്പനി CSR ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഫുഡ് ഗ്രേഡ് പ്രൊഡക്ട്സ് ആണ് വരുന്നത്. അപ്പം ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്, നമ്മൾ പ്രീമിയം പ്രൊഡക്ട്സ് ആണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇതിനൊരു അവസരം തന്ന എല്ലാവർക്കും നന്ദി പ്രത്യേകമായി രേഖപ്പെടുത്തി. പഞ്ചായത്തിലെ തിരുനെല്ലായി റോഡിലെ കുടിവെള്ള ടാങ്കിലാണ് അജ്ഞാതർ പൂച്ചയുടെ ജഡം ഇട്ടതെന്നാണ് പരാതി. കുടിവെള്ളം ദിവസങ്ങളോളം ഉപയോഗിച്ച ശേഷം ദുർഗന്ധം വമിച്ചതോടെയാണ് ആളുകൾ ടാങ്ക് പരിശോധിച്ചത്. ഇതുവരെ വെള്ളം ഉപയോഗിച്ചവർ ആശങ്കയിലാണ്. 20ഓളം കുടുംബങ്ങളാണ് വെള്ളം ഉപയോഗിച്ചു വരുന്നത്. ഇത് സംബന്ധിച്ച പോലീസ് അന്വേഷണം തുടരുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.